ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. 282 റൺസ് വിജയലക്ഷ്യം. 5 വിക്കറ്റ് ശേഷിക്കെ ദക്ഷിണാഫ്രിക്ക മറികടന്നു. വിവരങ്ങൾ നൽകാൻ ഹരിഗോവിന്ദൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഹരി, 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ICC കിരീടത്തിലേക്ക് ദക്ഷിണാഫ്രിക്ക എത്തുന്നത്. എങ്ങനെയായിരുന്നു ആ വിജയ പ്രയാണം? നൗഫൽ, ഒരു ചരിത്ര നിമിഷം അല്ലെങ്കിൽ ഒരു ഐതിഹാസിക നേട്ടം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം അത്രയേറെ ആഗ്രഹിച്ച ഒരു കിരീടമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയിരിക്കുന്നത്. ലോക കിരീടം എന്നൊരു സ്വപ്നം ഏറെ നാളായി അവർ കാത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതുവരെ അതിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ക്വാർട്ടറിലും സെമിയിലും ഒക്കെയായി പലതവണ അവർക്ക് കാലിടുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇന്ന് അത് സംഭവിച്ചില്ല. അവർ ആ ഒരു കിരീടത്തിലേക്ക് എത്തുന്നു. 27 വർഷങ്ങൾക്ക് ശേഷം അവർ ആ ഒരു ICC ട്രോഫി നേടുന്നു എന്നുള്ളത് തന്നെയാണ്. അതും ഏറ്റവും ശക്തരായ എതിരാളികളെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ കീഴടക്കി തന്നെ ദക്ഷിണാഫ്രിക്ക കിരീടത്തിൽ മുട്ടമിടുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എയ്ഡൻ മാർക്രമിന്റെയും തെംബ ബൗമയുടെ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ആ ഒരു 282 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് എയ്ഡൻ മാർക്രമിന്റെ സെഞ്ചുറിയും നായകൻ തെംബ ബൗമയുടെ ഒരു അർദ്ധ സെഞ്ചുറിയും തന്നെയാണ് മികവ് പകർന്നത്, അല്ലെങ്കിൽ ഒരു ആ പോരാട്ട വീര്യം പകർന്നത് എന്ന് തന്നെ പറയാം. മാർക്രം 136 റൺസാണ് 207 പന്തിൽ നിന്ന് നേടിയത്. ഒപ്പം തെംബ ബൗമ 66 റൺസ് 134 പന്തിൽ നിന്ന് നേടി. ആ ഒരു റിക്കിൾട്ടന്റെയും അതോടൊപ്പം തന്നെ മൾഡറുടെ ഒക്കെ ഒരു പുറത്താവലിന് പിന്നാലെ തെംബ ബൗമയെ ചേർത്ത് പിടിച്ച എയ്ഡൻ മാർക്രം നടത്തിയ ഒരു പോരാട്ടം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ ഒരു വിജയം അനായാസം സമ്മാനിച്ചത്. ശേഷം താഴെ നിരയിലിറങ്ങിയ ബെഡിംഗ്ഹാമിന്റെ ഇന്നിംഗ്സ് ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ആധികാരികമായി തന്നെ അവർ ബാറ്റ് വീശുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടി ആദ്യം ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ആ ഒരു ബാറ്റിംഗ് പ്രകടനത്തിൽ ഓസ്ട്രേലിയക്ക് അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. 212 റൺസ് നേടി ഓസ്ട്രേലിയ പുറത്താവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. റബാഡയുടെ ഒരു 5 വിക്കറ്റ് പ്രകടനമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആ ഒരു വലിയ ലീഡിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗിന് ഇറങ്ങിയത്. എന്നാൽ ഓസ്ട്രേലിയക്കാരും കഷ്ടമായിരുന്നു അവരുടെ ഇന്നിംഗ്സ് എന്ന് പറയുന്നത്. 138 റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത്. ആ ഇന്നിംഗ്സിലും തെംബ ബൗമയുടെ ഒരു ഭേദപ്പെട്ട പ്രകടനം ഉണ്ടായിരുന്നു, ബെഡിംഗ്ഹാമിന്റെ ഒരു ഭേദപ്പെട്ട പ്രകടനം ഉണ്ടായിരുന്നു. അങ്ങനെ 138 റൺസിലേക്ക് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഒതുക്കുന്നു. പിന്നീട് ലീഡ് ഉയർത്താൻ ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് 207 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അവിടെയും റബാഡയുടെ ഒരു 4 വിക്കറ്റ് പ്രകടനമുണ്ട്. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ലുങ്കിസാനി എങ്കിൽ നേടിയ ഒരു 3 വിക്കറ്റും നിർണായകമായി. അങ്ങനെ 282 റൺസ് വിജയലക്ഷ്യം ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക എയ്ഡൻ മാർക്രമിന്റെയും തെംബ ബൗമയുടെയും കരുത്തിൽ ആ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നൗഫൽ പറയാൻ കഴിയുക.